പളുങ്കുമണികൾ വാരി വിതറിയതുപോലെ പദഗിരിയുള്ള തുമ്പിക്കൈ വലത്തുമിടത്തും മാറി മാറി വീശിയെറിഞ്ഞുള്ള നടത്തം. എപ്പോഴും കാറ്റത്തിളകുന്ന ഒരു കൊടിക്കൂറ പോലെ ഇളകിയാടി നിൽക്കുന്ന മുറഞ്ചെവികളിലേക്കും ഭംഗിയായി തന്നെ പടർന്നിട്ടുണ്ട് പദഗിരി. ആരും ഒരു നിമിഷം ഒന്ന് നോക്കി നിന്നു പോകുന്ന സവിശേഷമായ തലക്കുന്നി. കണ്ണുകളിൽ കളകളം പായുന്ന ഒരു തെളിനീരൊഴുക്കിൻ്റെ തെളിച്ചം. ശാന്തിയും സമാധാനവും വിളിച്ചോതുന്ന ഈ നാട്ടിടവഴികളിലെ വായുവും വെളിച്ചവും പോലെ ഇതാ ഒരു ഗജവീരൻ. ഈ കാണുന്ന ആൾപ്പൊക്കത്തിൻ്റെ വീമ്പോ വീറോ വാശിയോ കടുംപിടുത്തങ്ങളോ ഒന്നുമില്ലാത്ത വെറും ഒരു സാധു. ആളിൻ്റെ രൂപവും ഭാവവും കണ്ട് സ്വഭാവം നിർണ്ണയിക്കാൻ ഇറങ്ങിത്തിരിക്കുന്നവർക്ക് ഇവൻ്റെ കാര്യം എത്തുമ്പോൾ തെറ്റും. വേണമെങ്കിൽ കൊല്ലം ജില്ലയിലെ ഈ മയ്യനാട് ദേശത്തുള്ള ആരോടെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കൂ. ഏയ്, ഈ പാർത്ഥൻ എന്ന് പറയുന്ന കക്ഷി എങ്ങനെയാണ്? കാഴ്ചയിൽ ആശാന്റെ കെട്ടും മട്ടുമൊക്കെ കാണുമ്പോൾ അടുക്കാൻ കുറച്ച് ഭയം തോന്നുന്നുണ്ട്. എന്താ, അങ്ങനെ എന്തെങ്കിലും കുഴപ്പക്കാരനാണോ? നിങ്ങളിത് എന്തൊരു ചോദ്യമാണ് ചോദിക്കുന്നത് എന്ന മട്ടിൽ ഈ നാട്ടുകാർ നിങ്ങളെ നോക്കും. അരുണിമ വീട്ടിലെ പുൽക്കൊടിയെപ്പോലും ഉപദ്രവിക്കാതെ ജീവിക്കുന്ന ഈ പാവത്താനെക്കുറിച്ചാണോ നിങ്ങളിങ്ങനെ വേണ്ടാത്ത സംശയങ്ങളൊക്കെ ചോദിക്കുന്നത്? ഈ നാട്ടിൽ പക്കാ തരികിടകളുമായി നടക്കുന്ന എത്രയോ ആനകളുണ്ട്. ആ ഗണത്തിലൊന്നും നിങ്ങൾ ഇവനെ തൽക്കാലം കൂട്ടുവാൻ ശ്രമിക്കണ്ട. അത് നടപ്പില്ല എന്ന് ഇവിടുത്തെ നാട്ടുകാർ ഒരേ സ്വരത്തിൽ പറയും. അതെ, ഇവനോടൊപ്പം അരമണിക്കൂർ ചെലവിട്ടാൽ നിങ്ങളും ഇവരുടെ അഭിപ്രായം തന്നെ പറയും. അരുണിമ പാർത്ഥസാരഥി എന്ന ഈ പാർത്ഥന് ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്യും. എട്ട് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2003 ഇവൻ കേരളത്തിൻ്റെ വടക്ക് നിന്നും തെക്കോട്ടേക്ക് നാടും വീടും മാറിയെത്തുന്നത്. പാലക്കാട് ജില്ലയിലെ വളരെ പ്രസിദ്ധമായ ആനത്തറവാടുകളിൽ ഒന്നായ നാഗേരിമനയിൽ ധാരാളം പനമ്പട്ടകളുടെ സമൃദ്ധിയിൽ സന്തോഷവാനായി കഴിയുകയായിരുന്നു ഇവൻ അന്ന്. നാഗേരിമനയിൽ ഇവൻ പ്രതാപനായിരുന്നു. നാഗേരിമന പ്രതാപൻ. നാഗേരിമനയിൽ നിന്നും ഇവനെ കൊല്ലം മയ്യനാട് സ്വദേശിയായ അരുണാണ് വാങ്ങുന്നത്. ആനകളെ സ്നേഹിക്കുകയും വാത്സല്യത്തോടെ വളർത്തുകയും ചെയ്തു പോരുന്ന മയ്യനാട്ടെ പ്രസിദ്ധമായ തറവാടാണ് കരിക്കത്തഴിയത്ത് തറവാട്. കരിക്കത്തഴിയത്ത് തറവാട്ടിൽ പണ്ടേ ലക്ഷണമൊത്ത നിരവധി കരിവീരന്മാർ തലയെടുപ്പോടെ വാണിട്ടുണ്ട്. തറവാട്ടിലെ ഇപ്പോഴത്തെ കാരണവരാണ് രാജു, അരുൺ മൂത്ത മകൻ. ഈ കൂട്ടുകുടുംബത്തിലെ ഏറ്റവും പുതിയ അംഗം വരെ ആനക്കമ്പക്കാർ തന്നെ. തറവാടിൻ്റെ മുറ്റത്ത് തങ്ങളുടെ സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങി എപ്പോഴും ഒരാനയുണ്ടാകണമെന്നത് എത്രമാത്രം ഇവർ ആഗ്രഹിക്കുന്നു എന്നതിന് ഈ കാഴ്ചകൾ തന്നെ ധാരാളം. മറ്റുള്ള ഒരു രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാത്തൊരു ആനയാണ്. ഉത്സവപ്പറമ്പിൽ ഞാൻ ഇന്ന് വരെ ആന എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കി എന്ന് എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു പോകേണ്ടി വന്നൊരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഈ ആനയെ ഞാൻ കൊടുക്കാതെ നിർത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ തെക്കൻ കേരളത്തിൽ ഉള്ള ആനകളുടെ കൂട്ടത്തിൽ ഏതൊരു ആനയുടെ കൂടെയും മത്സരിച്ച് പിടിച്ചു നിൽക്കാൻ, തലയുയർത്തി നിൽക്കാനുള്ള ആ ഒരു യാഥാർത്ഥ്യം ഇന്ന് ഉള്ളതുകൊണ്ടാണ് ഈ ആനയെ ഞാൻ ഒരു കാരണവശാലും കൊടുക്കാൻ ഉദ്ദേശിക്കാതെ ഇവിടെ തന്നെ നിർത്തിയിരിക്കുന്നത്. നാഗേരിമനയിലെ പ്രതാപൻ മയ്യനാട്ടെ കരിക്കത്തഴിയത്തെത്തിയപ്പോൾ പാർത്ഥസാരഥിയായി, വീട്ടുകാരുടെയും നാട്ടുകാരുടെയും പാർത്ഥനായി. ഇതാ ഇങ്ങനെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവനായി. ഇവനിങ്ങനെ പഴവും ഉണ്ടശർക്കരയും എല്ലാം നൽകുന്ന സമയത്താണ് ഞങ്ങൾ ക്യാമറയും സന്നാഹങ്ങളുമായി കടന്നു ചെല്ലുന്നത്. തന്നെ കാണാൻ എത്രത്തോളം അതിഥികൾ വരുന്നുവോ അത്രത്തോളം ഇഷ്ടമാണ് പാർത്ഥന്. പക്ഷേ ഒരു കണ്ടീഷൻ മാത്രം: കാണാൻ വരുന്നവർ വെറുതെ കൈയും വീശി ഇങ്ങ് കയറി വരരുത്. കയ്യിൽ ഒരു ചെറുപഴമെങ്കിലും കരുതിയേക്കണം. അല്ലാതെ വന്നാൽ പിന്നെ നിങ്ങളെന്തിനാ എന്നെ പ്രേമിക്കാനാണോ വരുന്നത് എന്ന മട്ടിൽ ഇവനിങ്ങനെ തറപ്പിച്ച് നോക്കും. വല്ലതും സഞ്ചിയിലോ വണ്ടിയിലോ വച്ചിട്ടുണ്ടെങ്കിൽ വേഗം എടുത്തോണ്ട് വാ എന്ന് പറയാതെ പറയുകയാണിവൻ.
അല്ല, പിന്നെ ഭക്ഷണത്തിന് വേണ്ടിയല്ലേ നിങ്ങൾ ഞാനുമെല്ലാം ഈ കണ്ട വേഷങ്ങളെല്ലാം കെട്ടുന്നത്. ഞാനത് തുറന്നു പറയുന്ന പ്രകൃതക്കാരനാണ് കേട്ടോ, മറ്റൊന്നും വിചാരിക്കരുത്.